പ്രാണപ്രതിഷ്ഠയ്ക്ക് ദിവസങ്ങൾ മാത്രമേ ഇനിയും ശേഷിക്കുന്നുള്ളൂ. അതിനാൽ അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലും ഒരുക്കങ്ങൾ വളരെ സജീവമായി തന്നെ തുടരുകയാണ്. ഏത് നിമിഷത്തിലും ഇനിയും രാംലല്ലയുടെ ആ വിഗ്രഹം അയോധ്യയിലെ രാമക്ഷേത്രത്തിന് അകത്തേക്ക് എത്തിക്കും. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാർ സേവകപുരത്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഓഫീസ് വർഷങ്ങളായി തന്നെ പ്രവർത്തിക്കുന്ന കാർ സേവകപുരത്താണ് നിലവിൽ രാംലല്ലയുടെ ഈ പുതിയ പ്രതിഷ്ഠ ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നില്ല. ഇന്ന് രാത്രിയിലോ അതല്ലെങ്കിൽ നാളെയോ രാംലല്ലയുടെ ഈ 5 വയസ്സ് പ്രായം ഉള്ള രാംലല്ലയുടെ കൊത്തി പണിതിട്ടുള്ള വിഗ്രഹം അത് രാമക്ഷേത്രത്തിനകത്തേക്ക് എത്തിക്കും. 22-ന് 12-20-20-നാണ് ആ ശുഭമുഹൂർത്തത്തിലാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നത്. അതിനായുള്ള ഒരുക്കങ്ങൾ നഗരത്തിലെങ്ങും പുരോഗമിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് അയോധ്യയിലെ സരയൂ നദീതീരത്താണ്. അല്പസമയം മുമ്പ് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി സരയൂ ആരതിയുടെ തത്സമയ സംപ്രേഷണം ജനം TV കാണിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ എല്ലാ ദിവസവും സരയൂ ആരതി കേരളത്തിലെ വിദൂര ഗ്രാമങ്ങളിലേക്ക് പോലും നമ്മൾ എത്തിക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമായും എല്ലാ ആളുകൾക്കും നിത്യേന എത്താൻ പറ്റുന്നതല്ല അയോധ്യ അതല്ലെങ്കിൽ ഉത്തര ഭാരതത്തിലെ വിവിധ നഗരങ്ങൾ. അതിനാൽ അങ്ങനെ ഇതുവരെ എത്താൻ കഴിയാത്ത ആളുകൾക്ക് പ്രചോദനമാകുന്നതിനും ഇത്തരം നഗരങ്ങളിലേക്ക് എത്താൻ അവരെ പ്രേരിപ്പിക്കുന്നതിനും വേണ്ടി കൂടിയാണ് സരയൂ ആരതി ഉൾപ്പെടെ ജനം TV പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഓരോ നിമിഷവും എത്തിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സരയൂ നദീതീരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആളുകളെല്ലാം മടങ്ങിപ്പോയിരിക്കുന്നു. ഈ ആരതി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ദിവസവും ഇവിടെ ആരതി നടക്കും. പക്ഷേ ഇപ്പോൾ വലിയ ഭക്തജനത്തിരക്ക് ആരതിക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും 4 ദിവസങ്ങൾ മാത്രമാണ് ജനുവരി 22 എന്ന തീയതിയിലേക്ക് എത്താനുള്ളത്. അതിനാൽ സ്വാഭാവികമായും വലിയ ജനത്തിരക്ക് അയോധ്യയിൽ എങ്ങുമുണ്ട്. പ്രത്യേകിച്ച് സരയൂ ആരതി ഒരു വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. എല്ലാ ദിവസവും നേരത്തെ സൂചിപ്പിച്ചിരുന്നു എല്ലാ ദിവസവും സരയൂജിക്ക് ആരതി അർപ്പിക്കുന്ന ചടങ്ങുണ്ടെങ്കിലും ഇപ്പോൾ രാമജന്മഭൂമിയിലേക്ക് ഭക്തരുടെ വലിയ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. കടുത്ത ശൈത്യകാലമാണ്. വലിയ തണുപ്പ് ഉത്തരഭാരതത്തിൽ എല്ലായിടത്തും ഉണ്ട്. അത് അയോധ്യയിലും സരയൂവിന്റെ തീരം കൂടിയാണ്, നദീതീരം കൂടി ആയതിനാൽ കടുത്ത തണുപ്പുണ്ട്. പക്ഷെ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ധാരാളം ഭക്തർ പ്രത്യേകിച്ച് കാൽനടയായി പോലും ഈ നഗരത്തിലേക്ക് ധാരാളം ഭക്തർ എത്തുന്നുണ്ട്. ഏതായാലും 19-20 തീയതികളോടുകൂടി സാധാരണക്കാർക്കുള്ള പ്രവേശനം, അതായത് തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണക്കത്ത് ഇല്ലാത്തവർക്ക് പ്രവേശനം തടയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല മുഴുവൻ രാമഭക്തരും ഈ ചടങ്ങിന് എത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാൽ 22-ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണമുള്ളവർ മാത്രമാണ് അയോധ്യയിലേക്ക് എത്തേണ്ടത്. അല്ലാത്ത ആളുകൾക്ക് അത് കഴിഞ്ഞുള്ള ദിവസം 23 മുതലുള്ള ദിവസങ്ങളിൽ വീണ്ടും അയോധ്യയിലേക്ക് എത്താനും രാംലല്ലയുടെ ദർശനത്തിനുമുള്ള സൗകര്യം സ്വാഭാവികമായും ഉണ്ടാകും. എന്തായാലും കർശന നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിൽ അയോധ്യയിൽ ഏർപ്പെടുത്തും. ഇപ്പോൾ തന്നെ പാസ്സുള്ള വാഹനങ്ങൾ മാത്രമാണ് നഗരത്തിനകത്തേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ കടത്തിവിടുന്നത്. പാസ്സുള്ള ആളുകൾക്ക് മാത്രമേ വരും ദിവസങ്ങളിൽ അയോധ്യയിലേക്ക് എൻട്രി ഉണ്ടാകൂ എന്നാണ് UP പോലീസും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ കനത്ത സുരക്ഷാ സന്നാഹം ഒരു ഭാഗത്ത് ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുന്നു. എല്ലാ അർത്ഥത്തിലും അയോധ്യ നഗരി പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഉള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്.